അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ മാംഗ്ലൂർ വന്നിട്ട് ഫുള്ള് കറക്കാണല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ പ്രാവശ്യം എല്ലാവരും ചാനലിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ സോണിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ പ്ലീസ് ഡു വാച്ച് ദാറ്റ്, ബിക്കോസ് അത്രയ്ക്കും ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ഫുള്ള് ഇവരൊക്കെ ഞാൻ ഓപ്പിച്ചു കഴിച്ചു. എന്നാൽ നിറയെ വേണ്ടി നിങ്ങൾ വ്ളോഗർ സൈഗം സോ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ്. റൈറ്റ് നൗ വി ആർ ഇൻ ജാവ്കൽ ദർഗാ ഷെരീഫിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ ഓൺ ദ വേ ഉള്ള വ്ളോഗ്സ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി വ്ളോഗാണ്, എല്ലാവരും അത് കാണാം. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ അടിപൊളി സ്റ്റേ ഒക്കെ ചെയ്ത് അൽഹംദുലില്ലാ. ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി. ഫസ്റ്റ് നമുക്ക് വിശപ്പിൻ്റെ വിളി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കും. ഇവിടെ തന്നെ ദർഗത്തിൻ്റെ അടുത്ത് തന്നെ കുഞ്ഞു ഹോട്ടൽസൊക്കെ ഉണ്ട്. സോ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ജിയാദ് ചെയ്യാൻ വിചാരിച്ചു. സോ ആദ്യം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇഡ്ഡലി ആൻഡ് വട. പൂരിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പുളിയോഗര എന്നുണ്ട്. പുളിയോഗര അത് കർണാടകക്കാർക്ക് അറിയാം, തമിഴ്നാട് അറിയാം. അതുകൊണ്ട് വെതൊക്കെ എല്ലാ പീപ്പിൾ അറിയില്ലെന്ന് അറിയില്ല. അതൊരു പുലാവ് പോലത്തെ ഒരു സംഭവമാണ്. പുലാവ് പോലത്തെ ഒരു സംഭവമാണ് അത്. എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഐ ഡിഡ്ന്റ് ഓർഡർ ദാറ്റ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി സാമ്പാറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ലെമൺ റൈസ് ഇല്ലേ, അതുപോലെ തന്നെ വാളംപുളിയുടെ നീരൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കണ അതാണ്. ടേസ്റ്റ് ചെയ്തിട്ടില്ലേ ഞാൻ, പക്ഷെ ഇപ്പൊ എടുത്തതിൽ എല്ലാവരും കഴിക്കണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പപ്പായും മമ്മായ ഇഡ്ഡലി പിന്നെ വട പറഞ്ഞിട്ടുണ്ട്, നോക്കാം തിന്ന. ഇപ്പൊ നല്ല പസിപ്പുണ്ട്. ഇപ്പൊ തിന്നിട്ട് അതിന് ശേഷം ജിയാർത്തിലാക്കിട്ടുള്ള ഇഡ്ലി സാമ്പാർ. ഫസ്റ്റ് സിയാറത്ത് ചെയ്യാതെ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വന്നതെന്ന് വെച്ചാൽ പപ്പക്ക് കുറച്ച് ഓതാനും ദുവാക്കാനൊക്കെ ഉണ്ടാവും. ഒരു മണിക്കൂറോളം ഉണ്ടാവും. ആ ടൈമിൽ പപ്പക്ക് മമ്മക്കൊക്കെ മരുന്ന് കഴിക്കാനുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് അതന്നെ, ഫുഡ് കഴിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് വേണം പപ്പക്കൊക്കെ ഓതാനും ദുവാക്കാനൊക്കെ. ശരി, ഇതൊക്കെ ഇവർ വന്ന് എടുത്തോണ്ടിരിക്കുന്നത്. ഇത് പരന്നിടില്ലേ അല്ലേ, പപ്പമമ്മ അല്ലേ? അപ്പൊ ഇനി ഒരു പ്ലേറ്റും പറയട്ടെ ബേബി. നമ്മൾ 3 ആണ് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി. പ്ലേറ്റ് പറയട്ടെ. സോനാണ് വീട്ടിൽ വേണമെന്നല്ല, വീടെടുക്കട്ടെ ഫുൾ, എന്നിട്ട് കഴിച്ചാൽ മതി. ആദ്യം ഞാൻ ടേസ്റ്റ് നോക്കാം അല്ലേ? മതി. ഇപ്പൊ നമ്മളെ ഗ്രൂപ്പില് കുറച്ച് ഏജ് ഞനക്കല്ലേ ജാസ്തി, സീനിയർ അല്ലേ? അപ്പൊ ഞാനില്ല നല്ല ഒരു പ്ലേറ്റ് മതിയായില്ലേ? പുളിയോദര ടേസ്റ്റ് ചെയ്യാം. പ്ലേറ്റ് പറയാം, എല്ലാവരും കഴിക്കും. ഓരോ പ്ലേറ്റ് പറഞ്ഞു കഴിച്ചിട്ടില്ല, ടേസ്റ്റ് പുളിയോദരൊക്കെ അടിപൊളി. ക്രിസ്പി ഉണ്ട്. ക്രിസ്പിയാണോ? ഇങ്ങോട്ട് കണിക്ക്. സാധാരണ എല്ലാവരും സ്പൂണിൽ തിന്നു, ഞാൻ ഇങ്ങനെ കയ്യിലെടുത്ത് തിന്നു. അത് വിശേഷ ടേസ്റ്റ് ഉണ്ട്. കയ്യിൽ തിന്നണേന് വേറെ ടേസ്റ്റ് ആണ്. കൊള്ളാം. ഇഡ്ഡലി മതിയാ? ഇഡ്ഡലി വരട്ടെ. എന്താണ് ഇഡ്ഡലി? ഇതാണ് കാണണ്ടത്, ഈ കൊളക്കലാണ് കാണണ്ടത്. കഴിക്കണ്ട എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇഡ്ഡലിന്റെ മേളിലേക്ക് വലിയ ഇഡ്ഡലിയാണ് കഴിച്ചത്. നമ്മളവിടത്തെ പോലെ ചെറിയ കൊച്ചു കൊച്ചു ഇഡ്ഡലിയാണ്. കുറച്ച് വലിപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മളിത് സാമ്പാർ അവിടെ കുഴച്ച് കുറച്ച് ചട്നിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എന്നിട്ട്
ബിസ്മില്ലാ. ഈ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ മെൽറ്റായി പോകും. ബീൻസ് ചവക്കേണ്ട ആവശ്യമില്ല, മെൽറ്റായി പോകും. റവ ഇഡ്ഡലിയാണ് ഇത്. റവ ഇഡ്ഡലിയാ. ഇത് ചപ്പിൻ്റെ സാമ്പാർ, ചപ്പിൻ്റെ എല്ലാ വെജ് ഇട്ടിട്ട് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഗൈസ്, സോനു പറഞ്ഞ പുളിയോദര എത്തി. അടുത്തോ എന്താണ് പുളിയോദര. നമ്മുടെ പുളിയോദര ആ, സൈഗുന് വാരി കൊടുക്കണതിൻ്റെ ഇടയിലാണ് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അതുപോലെ ലെമൺ റൈസ് പോലെ തന്നെ കപ്പലിൻ്റെ ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? വാളമ്പുളിയുടെ റിസൾട്ട് ഉണ്ട്. പക്ഷെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്താന്ന് റിസൾട്ട് കിട്ടാൻ. ലെമൺ റൈസും ഉണ്ട്. ലെമൺ റൈസിൽ മറ്റേ ലെമണിൻ്റെ പുളിപ്പൊക്കെ ആണെങ്കിൽ ഇതൊരു വാളമ്പുളിയുടെ ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഡിഫറെന്റ് പീനട്സ് ഒക്കെ ആണെങ്കിൽ കിട്ടും അടിപൊളിയാണ്. ലെമൺ റൈസിൽ തന്നെ വേറെ പുളി റൈസ് ആ, എവിടുന്ന്? സ്കൂളിൽ പോകുമ്പോഴില്ലേ ഒരു തമിഴ് ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ റൈസ് യെല്ലോ റൈസ് ഇങ്ങനത്തെ കൊണ്ടുവരും. അപ്പൊ എനിക്കും തരും അവള്. ചോദിച്ചിട്ടുണ്ടാ എനിക്ക് ഇച്ചിരി തരോ? അപ്പൊ നീ അല്ല, നീ മാത്രല്ല തിന്നത്, നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താ. നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പേൻ്റെ ടേസ്റ്റ് ബഷീറിൻ്റെ ടേസ്റ്റ് ചെയ്താൽ ഗൈസ്, ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ചാക്ക് അവർ തരും. അതിന് നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ വെക്കണം. അതെ, ഉള്ളിലെ ചപ്പലാവില്ല, അവിടെ അല്ല, ചപ്പലില്ലാണ്ട് വേണം അവിടുത്തെ ആ കോമ്പൗണ്ടിലൊക്കെ നമുക്ക് നടക്കാൻ.
യെസ് ഗൈസ്, അങ്ങനെ ജാവക്കൽ ദർഗാ ഷരീഫിൽ നമ്മൾ ദുആ ചെയ്തു, സിയാറത്തൊക്കെ ചെയ്തു. ആക്ച്വലി ഇന്നലെ റീച്ച് ആയിട്ട് ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ നിന്നിട്ട് ദുആ ഒക്കെ ചെയ്തായിരുന്നു. ഇന്ന് രാവിലെ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് ഉള്ളിലൊക്കെ പോയിട്ട് ഇവര് ദുആ ഒക്കെ ചെയ്തു. പിന്നെ നേർച്ചൊക്കെ ഇടാണ്ടതിട്ടു, സൈഡിലൂടെ ഇരിക്കുമ്പോൾ നേർച്ചൊക്കെ ഇടാണ്ടതിട്ടു. സോ എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മളെ ജേർണി കണ്ടിന്യൂ ചെയ്യാനാണ്. ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേറൊരു ദർഗ ഉണ്ട്, അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എന്താണ് ഏത് ദർഗയിലേക്കാണ് പോയി പോകുന്നത്? അതോട് അടുത്ത് 15 കിലോമീറ്റർ അടുത്തൊരു ബാണാവർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബാണാവർ അല്ലേ? നമ്മള് ഈ ദർഗ ഷരീഫിൽ തന്നെ വന്നപ്പോ കുറച്ചു നേരം അവിടെ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ആക്കി വന്നപ്പോ തന്നെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും. നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മളൊന്ന് റിലാക്സ് ആവും ഇവിടെ വരുമ്പോൾ. അതെ, ഒരു ആത്മാവിനൊരു ആശ. ഇവിടുത്തെ ദർഗ കല്ലിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ആ കല്ലിന്റെ ഉള്ളിലാണ് മുഹമ്മദ് ഇരിക്കുന്നത്.
സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ മുള്ളിരിക്കണോക്കെ ഞങ്ങൾ നല്ല ശാന്തത അത് ഇതും കഴിച്ച് അപ്പൊ പപ്പ അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നു അപ്പതേം പപ്പ ഒരു റൗണ്ട് ചക്ക കൊണ്ടുവന്ന് തന്ന്. അപ്പൊ എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഒന്നുകൂടി മേടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞാന് വാഷ്റൂം പോയായിരുന്നു. അപ്പൊ വരുമ്പോ സോനുന്റെ അടുത്ത് പപ്പ ചക്ക കാണിച്ചോണ്ടിരിക്കും. അപ്പൊ സോനു പറയുന്നത് വേണ്ട പപ്പ വേണ്ട. അപ്പൊ ഞാൻ കഴിച്ചു നോക്കുമ്പോ നല്ല മധുരം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ സോനു വേണ്ടത്? ഓൾറെഡി കഴിക്കണേ സെക്കൻഡ് റൗണ്ട് ആണ് ചോദിക്കണം. കാലിടിരിപ്പ് കാലിട്ടോ കാലിട് അവിടെ മറ്റേ നമ്മ ആ ദർഗത്ത് പോയാലോ അവിടെ ചൊറുപ്പിടാനില്ലല്ലോ. മണ്ണി കളിക്കണ നോക്കി തരും അവിടെ കാക്കമാർ മോൻ എന്താ ചെയ്യണം? ബേബി നമുക്ക് തരാതെ കഴിക്കണല്ലേ? എന്തല്ലേ ഇത്? ഇതുവരെ കാണാത്ത എന്തോ സംഭവം. എന്താണിത്? അതൊരു എന്റെ പേരെന്നാ കവിത കവി എങ്ങനെ കാണിച്ചു അറിയാവുന്നൊരു കമന്റ് ഇടും. ഇതാണ് സംഭവം. ഉപ്പാണ് ഇട്ടത്. അത് പുളിപ്പ് പുളിപ്പാണ്. എനിക്ക് ചക്ക മതി. ചക്ക എത്ര മണി? നേരത്തെ പപ്പ മേടിച്ച എത്ര മതി ചെറുത്ത്. ഗൈസ് സോനു അതെനിക്ക് ഇഷ്ടായില്ല. നിനക്ക് ഇഷ്ടായാ? കൊള്ളൂലല്ലേ? എന്താ പറയടി? ഇല്ലെന്ന് പറ പെട്ടെന്ന് ഓറാക്കല്ലേ. എന്താണ് സംഭവം ഒരു പിടിയില്ല. വാളം ഞാൻ കാണിച്ചു കൊടുത്തു. നമ്മള് വ്യൂവേഴ്സിന് പിടിയുണ്ടാവും ചിലപ്പോ. ടിഷ്യൂ എടുക്ക്. ഗൈസ് ചക്ക ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഇതാ എടുത്തോ. ഉമ്മ മോല എല്ലാം കാലിയാക്കണ്ട. ഇതെനിക്ക് വേണ്ട. എന്താ അത് ടാലിയാക്കാൻ വേണ്ടി ഇത് കഴിക്കാം. എന്താ സുനൈന? സുനൈനക്ക് പുളി ഇഷ്ടമല്ല. പിന്നെ എന്താണ്? ഡാഡ കൊടുക്കും. ഡാഡ കൊടുക്കും. ഇപ്പൊ ഡാഡ വന്ന് തരുവോ? വൈ മണ്ണിലിരുന്ന് കളിക്കണം. ആ ബേബി അതാർക്കും ഇഷ്ടമില്ല മറ്റേ സാധനം. ഭയങ്കര പുളിപ്പ്. ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. നല്ല ഉണ്ട് ഇവിടുത്തെ പ്ലേസ്. അടിപൊളി കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അതാ വന്നെ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേന്ന് കൊറേ എന്ത് നടന്നുണ്ടാ? ഇനി ഷോപ്പ് ക്ലോസ് ആക്കുന്നത് ബെറ്റർ. ഈ ഒരു ചക്കക്ക് 4 രൂപ. ചോളക്ക് ഈ ഒരു ചക്കച്ചോളക്ക് അല്ല 4 അല്ല 10 റുപ്പീസ് 4 നമ്മൾ 2.5 റുപ്പീസ് കണക്കറിയില്ലേ? 10 റുപ്പീസ് 4 എന്ന് പറഞ്ഞു. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 റുപ്പീസ്. ചക്ക വേണം. അല്ല അല്ല 10 ರೂಪಾಯಿಗೆ 4 ಮೀನ್ಸ್ 10 ರೂಪೀಸ್ಗೆ 4 എന്ന്. 2 ರೂಪಾಯಿ അമ്മി കൊടുത്ത ഫസ്റ്റ് അമ്മി കൊടുത്തോ. ഓറാക്കണം രണ്ടുപേര്. എനിക്ക് 20 ರೂಪಾಯಿന് കൊണ്ടുവന്നിട്ട് നോക്കിയ ബാക്കി വന്നത് ഒന്നും. ഇതും ഇപ്പൊ കാലിയാവും. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന അതും കാലി. എനിക്ക് വേറെ മേടിച്ചാ ബേബി എല്ലാം തീർന്നു. എന്താ ബേബി നിങ്ങൾ എനിക്ക് 20 ರೂಪಾಯಿ മേടിച്ചെന്ന് ഒന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല ബേബി. സങ്കടപ്പെട് ഗൈസ്. നിങ്ങൾ സങ്കടപ്പെടും. മഷത്തെ കഴിച്ചില്ല. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടില്ല. അതറിയാ കഴിച്ചില്ലേ. 20 റുപ്പീസിന് എടുത്തോ. അമ്മിക്ക് കൊടുത്ത് തിന്നു നോക്കാം അവിടെ. പപ്പ ചേഞ്ച് കൊടുക്ക. 10 ರೂಪಾಯಿಗೆ 4 മീറ്റർ തരൂല. 20ക്ക് 1 2 3 4 5 6 7 8 9 10 വന്നില്ലേ? മാപ്പിള ഒരെണ്ണം ഇങ്ങനെ എടുത്തു. പപ്പ ഇങ്ങനെ കട്ടി തിരിച്ചുകൂടി. കൈയെടുക്കാൻ
കൈ കഴുകാൻ പോയേക്കണേണോ? ദേവശി അവിടെ കരിമീൻ ജ്യൂസ് കൊടുക്കണുണ്ട്. കുടിക്കാം. ഫ്രീയായിട്ടല്ല, വെക്കണുണ്ട്. ഇന്നലെ നമ്മൾ സ്നാക്സ് ഒക്കെ കുറെ ബേബിനെ മേടിപ്പിച്ച് വന്നിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടില്ല, അപ്പൊ തന്നെ നമ്മളെല്ലാം മേടിപ്പിച്ചു. അപ്പൊ ബേബി പറയാണ് വെറുതെ അല്ല ഞാൻ ട്രിപ്പ് കൊണ്ടുവരാത്തത്, എപ്പോഴാ കൊണ്ടുവരാത്തത്? മമ്മ ചോദിക്കണം എപ്പോഴും വിളിച്ചു പോകണ്ടിരുന്നു, എപ്പോഴും വിളിച്ചു പോകണ്ട. ട്രിപ്പ് എന്ന് പറയാ കഴിക്കുക, പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഇതുപോലെ കിടക്കുക. എൻജോയ്. അതന്നെ, വെറുതെ നമ്മ പൈസ കൂട്ടി വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് തരൂലെന്ന് അവർക്ക് ലാഭമാണ്, നമ്മൾ തന്നെ മേടിച്ച് തീർക്കണേ. ഷുഗറാണ്, ഷുഗർ കൂടും. നല്ല മധുരമില്ലേ ചക്കക്ക്? എനിക്ക് മതി, എനിക്ക് കരിമീൻ ജ്യൂസ് കുടിക്കാനുള്ള എല്ലാം കൂടി വയറിനൊരു വല്ല ഡിങ്കോളിഫിക്കേഷൻ ആവും. വേണ്ട പപ്പ, വലിയൊരു പോപ്പ് ബപ്പ് ഇട്ടാ ചക്ക കഴിച്ചിട്ട് നമ്മുടെ പോപ്പ് സെയിം ആണ്. വാളൊക്കെ ഉണ്ട സൈഗു. ഇന്നലെ 2 പ്രാവശ്യം ഛർദിച്ച്. വേണ്ട, ഞാൻ കഴിച്ചു, കുറെ കഴിച്ചു. മതി അല്ലേ? കൈയൊക്കെ കഴുകിട്ട് മഷീന് ഫുഡൊന്നും കഴിക്കൂല, ചക്ക മാത്രം കഴിച്ചോളൂ. വയറാന് വരും, ഗ്യാസ്. ഇടി നീങ്ങിരിക്കെ നീങ്ങിരിക്കെ ഇടി 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 സിബ്ലിങ്സ് ഇടി. നീങ്ങിരിക്കെ അവിടെ ഇരുന്നോ, സൈഡിലിരുന്നോ. ചന്ത തിന്നിട്ട് ഷുഗറിന് മാത്രമേ തിന്നുക, മരുന്ന് കഴിക്കുക. ആഹാ, നല്ലോണം തല ഇറങ്ങണ്, തല വിറക്കണ്, വേർക്കണ്. എന്താണ് ഇവിടെ? ഇടിയാണ്, ഇടി. ഇത് പണ്ട് ഔത്തമ്മയുടെ വീട്ടില് ഭയങ്കര ഉണക്കിച്ച് ഡ്രൈ ആക്കി, കരിയല്ല അത് വേറെ, ഡ്രൈ ആക്കിട്ട് കഴിക്കും. അപ്പൊ അതെന്ന് ചോദിച്ചാൽ അപ്പൊ ശാന്തല്ലേ പറയും, ഭയങ്കര കട്ടി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കല്ല് കട്ടി സ്റ്റോൺ പോലെ ഉണ്ടാവും. ഇത് നമ്മൾ ചക്കക്കുരു കറി ഉണ്ടാക്കും. ചക്കക്കുരു, മുരിങ്ങാക്കോല്, ചക്കക്കുരു, മുരിങ്ങാക്കോല്, ചെമ്മീൻ. ബാ പോണ് കഴിഞ്ഞ്, ഇനി തല്ലുപിടിച്ചിട്ട് കാര്യമില്ല, പോണേ ബാ. നെക്സ്റ്റ് നമ്മൾ വണ്ടി ആ കരിമ്പിൻ ജ്യൂസിന്റെ അവിടെ നിർത്തി കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോകുന്നു. ഇത് 7 അല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ 2 സ്ഥലത്ത്, അതാണ് സുഹാനിത്ത എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലൈറ്റ്സ് ഓൺ അപ്പൊ തന്നെ. അപ്പൊ 2 സ്ഥലത്ത് ഇന്ന് സിയാറത്ത് ചെയ്ത്, ഫസ്റ്റ് ജാവക്കൽ ഷരീഫ്, അടുത്തത് കലന്തർ ബാബാന്റെ അടുത്താണ്. 2 സൈഡും നമ്മൾ സിയാറത്ത് ചെയ്ത്. ആക്ച്വലി അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റേഴ്സ് ആണ് ഇവിടേക്ക് ഉള്ളത്. അവിടെ വന്നിട്ട് എല്ലാരും ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഓരോ ദർഗക്കും ഓരോരോ കഥകളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കുറച്ച് അറിയാം, പപ്പ പറഞ്ഞിട്ടുള്ള അറിവ് നമുക്കുണ്ട്. പിന്നെ എന്താ പറയാ, കൂടുതലായിട്ട് നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
കുറച്ചും കൂടെ അറിവ് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണ് അല്ലേ? Because we don't narrate that stories. അതെ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ബാംഗ്ലൂർ വരുമ്പോഴും, അതായത് മഷൂന് കല്യാണം കഴിച്ചതിന് ശേഷം മുതൽ നമ്മൾ ഇവിടെ വരുമ്പോഴൊക്കെ സമയമുള്ള പോലെയൊക്കെ നമ്മൾ വന്ന് ഇവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. കാരണം അതിന്റെയൊക്കെ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. അതെ, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമായിരിക്കാം. ചിലവർക്ക് വിശ്വാസം ഉള്ളവരുണ്ടാവും, ചിലവർ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളവർ അതിലൊന്നും തലകടത്തേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളും അതിനൊന്നും പോകാറില്ല. നമ്മൾ ആരുടെ അടുത്ത് ഇതൊക്കെ ചെയ്തേ പറ്റുമെന്ന് പറയാറുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതെല്ലാം. പിന്നെ എവറിത്തിങ് വി ഷെയർ വിത്ത് യു. നമ്മൾ ഒരു പാർട്ടി ചെയ്യാനാണെങ്കിലും നിങ്ങളെ ഷെയർ ചെയ്യും. ഒരു തീം പാർക്കിൽ കളിക്കാൻ പോകണമെങ്കിൽ, ഡെയിലി വ്ലോഗ്സ് ആണെങ്കിലും, വീട്ടിലെ കറി ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും, എവറിത്തിങ് വി ആർ ഷെയറിംഗ് ഇറ്റ് വിത്ത് യു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യണം. പിന്നെ ഇങ്ങനത്തെ സ്ഥലം നമ്മൾ കാണിച്ചാൽ അറിയാത്തവർക്കും ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ അറിവ് കിട്ടും. ലൈക്ക് ഇങ്ങനത്തെ ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റുമല്ലോ. അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് കുറെ സ്ഥലങ്ങൾ അറിയാൻ പറ്റിയാണ്. അവിടെ നമ്മള് വ്ളോഗ് കണ്ടിട്ട് പോയ കുറെ ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. ദക്ഷിണ കന്നഡയില് നല്ല 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 എന്താ പറയാ, ഈ ഇതിനോട് വിശ്വാസമുള്ളവർക്ക് ഇത്തിരി പോരിശേറിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതിന്റെ ബർക്കത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കാണും, കണ്ടിട്ടുമുണ്ട്. മാരേജ് ആയ ഫസ്റ്റിന് കുറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നമുക്കൊരു മൈൻഡ് റിലാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു റീഫ്രഷ് ആവും മൈൻഡൊക്കെ. പിന്നെ പപ്പ എന്താ പറയാനുള്ളത്? പിന്നെ ഇവിടത്തെ കുറെ സ്ഥലത്തില്ല അവിടുത്തെ തവറൊക്കെ ആയിട്ട് ചോരെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കർഫ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുത് കാലം വരെ ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ ചോറ് നിപ്പിക്കുന്നത്. ഇന്നും പോയ ജാവ്കൽ അവിടെ വന്ന് എത്ര ആളുണ്ടെങ്കിൽ അവിടെ ചോറുണ്ടാവും. പക്ഷെ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഇന്നലെ മുതൽ അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എല്ലാവർക്കും ചോറുണ്ട്. 2-3 നേരത്തിലും ഉണ്ട്, രാവിലെയും ഉച്ചക്കും രാത്രിയും. പിന്നെ ഇന്ന് വേറെ ദിവസത്തിലെല്ലാം വിശേഷമായിട്ട് ആട്ടും കുരിയും എല്ലാം അറുത്തിട്ട് ചോരെല്ലാക്കും. കുറെ അരിയും ആടും കുറെ വരും. അതെല്ലാം അവിടെ തന്നെ അറുത്തിട്ട് സഭ കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ദാനം തന്നെ കൊടുക്കും. അവിടെയുള്ള സ്വത്തെല്ലാം ഇങ്ങനെ ദിവസമെല്ലാം പോയവർക്ക് ആണ്. അവിടെ നിന്ന് പിന്നെ അപ്പുറം എന്താക്കാനില്ല, പുറത്തും ഇല്ല. ഇങ്ങനത്തെ കുറെ വിശേഷങ്ങൾ അറിയാനെങ്കിൽ കുറെ അറിയാനൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ അറിയാൻ അത് വേറെ ഒരു സ്ലാങ് ആണ്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. എനിക്ക് ചുമ്മുണ്ട് മനസ്സിലാക്കുകയല്ല. ബട്ട് ഞങ്ങൾ അത് ചൊന്നെങ്കിൽ കംപ്ലീറ്റ്ലി ശരിയാവില്ല. അത് ഞാൻ ഉദ്ദേശിച്ചേ. അതായത് അതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. സോ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തെറ്റായി പോകുമെന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് നമ്മളൊന്നും പറയാത്തത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ട് അറിയുന്നതായിരിക്കും അതിനെ പറ്റി ഡീറ്റെയിൽ സ്റ്റോറികളൊക്കെ. അതെ. സോ ഫോർ നൗ ഐ ഹോപ്പ് ഈ വീഡിയോ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം. ബിക്കോസ് നല്ല വിശപ്പുണ്ട്, ഇനി എനർജി എല്ലാവരും കുറയും. അപ്പൊ അടുത്ത വ്ലോഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ? ഇൻഷാ അല്ലാഹ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.